ഇടവാർത്തകളിലേക്ക് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ സമൂല മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു ഖാദർ കമ്മിറ്റി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് ഇന്നലെ മീഡിയ വണ്ണിന് ലഭിച്ചിരുന്നതിൽ 10, 11, 12 ക്ലാസ്സുകളിലെ പരീക്ഷ പുനഃക്രമീകരിക്കുന്നതടക്കമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ എയ്ഡഡ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ചില ശുപാർശകൾ കൂടി നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ സ്കൂൾ കലോത്സവങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് കൂടിയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾ നടത്താൻ പാടില്ല. ജില്ലാ തലത്തിൽ എല്ലാ മത്സരങ്ങളും അവസാനിപ്പിക്കണം. സംസ്ഥാന തലത്തിൽ സാംസ്കാരിക വിനിമയം മാത്രം മതിയെന്നാണ് റിപ്പോർട്ടിലുള്ള നിർദ്ദേശം. കലോത്സവങ്ങൾ തർക്കവേദിയാകുന്നു എന്ന പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഗോപാൽ, ഈ ഖാദർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ കലോത്സവം അടക്കമുള്ള അതിൽ നിയന്ത്രണം വേണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെ നടപ്പാകാൻ എത്രത്തോളം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ കൂടുതലായി പറയുന്നത്? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, പ്രത്യേകിച്ച് വിവാദ പരാമർശങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഈ റിപ്പോർട്ടിലെ എല്ലാ നിർദ്ദേശങ്ങളും പ്രായോഗികമല്ല എന്ന കാര്യം. എന്നാലും സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഖാദർ കമ്മീഷന്റെ അക്കാദമിക ഘടന വ്യക്തമാക്കുന്ന രണ്ടാം ഘട്ട റിപ്പോർട്ടിലെ ഉള്ളടക്കം അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതിലെ പരാമർശങ്ങൾ, നിർദ്ദേശങ്ങൾ കൃത്യമായ ഗൗരവത്തോടു കൂടി തന്നെ പങ്കുവെക്കേണ്ടതായിട്ടുള്ളതാണ്. ഇതിൽ സ്കൂൾ കലോത്സവമാണ് ഏറ്റവും പ്രധാനമായി സംസ്ഥാന സർക്കാർ ആഘോഷമായി വിദ്യാഭ്യാസ കീഴിൽ നടത്തുന്ന ഒരു പരിപാടികളിൽ ഒന്ന്. ആ സ്കൂൾ കലോത്സവത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിർദ്ദേശത്തിന്റെ ഭാഗമായി മുന്നോട്ട് ഖാദർ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. ഇതിൽ പറയാനുള്ള കാരണം, അത്തരത്തിൽ സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾ നടത്താൻ പാടില്ല. എല്ലാ മത്സരങ്ങളും റവന്യൂ ജില്ലാ തലം കൊണ്ട് അവസാനിപ്പിക്കണം. സംസ്ഥാന തലത്തിൽ സാംസ്കാരിക വിനിമയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മാധ്യമമായി കലോത്സവത്തിനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിലെ ശുപാർശയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ പ്രൈമറി മത്സരങ്ങളും റവന്യൂ ജില്ലാ തലത്തിൽ സെക്കൻഡറി, അതായത് 8 മുതൽ 12 വരെ ക്ലാസ്സിലെ മത്സരങ്ങളും പൂർത്തിയാക്കണം. അതിനുള്ള കാരണമായി ഖാദർ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് പല കലോത്സവ വേദികളും വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അനാരോഗ്യപരവും അനഭിലഷണീയമായ മത്സരങ്ങൾക്കുള്ള ഒരു വേദിയായി മാറപ്പെടുന്നു. സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിൽ പരസ്പരം തർക്കങ്ങളിലേക്കും പരസ്പരമുള്ള വാഗ്വാദങ്ങളിലേക്കും വൈരാഗ്യത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയിലേക്ക് പല കലോത്സവങ്ങളും എത്തിച്ചേരുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്കൊരു മാറ്റം വേണമെന്നുള്ള ശുപാർശ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ശരി, എന്തായാലും ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പല വിവാദപരമായ കാര്യങ്ങളും, ഒരുപക്ഷെ വലിയ വിവാദം ഉണ്ടാക്കാൻ ഇടയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ശുപാർശയെ നൽകിയിരുന്നത്. അതൊക്കെ എത്രത്തോളം നടപ്പാകുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്തായാലും സർക്കാർ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.